ഹായ് ഡിയേഴ്സ്, എനിക്ക് നിരന്തരം വരുന്ന റിക്വസ്റ്റ് ആണ് ടീച്ചർമേ, നമുക്ക് നമ്മുടെ ഡ്രീം കാർ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? ടീച്ചർമേ, എങ്ങനെയാണ് BMW X7 മാനിഫെസ്റ്റ് ചെയ്തത്? ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. അപ്പോ നമ്മുടെ ഡ്രീം കാറ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് നമ്മുടെ ഡ്രീം കാർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് BMW ആയിരുന്നു ഏറ്റവും ആഗ്രഹമുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബെൻസ് ആകാം, ചിലർക്ക് ഇന്നോവയാകാം, പലർക്കും പലതായിരിക്കും, ചിലർക്ക് കിയ ആകാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാറ് കാണും. അപ്പൊ നിങ്ങളത് ഏതാണ് വേണ്ടത്, ഏത് കളർ വേണം, ഏത് മോഡൽ വേണം, സൺറൂഫ് ഉള്ളത് വേണോ ഇല്ലാത്തത് വേണോ, അത് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നിങ്ങൾ ആ കാറിന്റെ ഒരു ചിത്രം കളക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഗൂഗിൾ ഇമേജസ് ചെയ്യുന്നോ, പിൻട്രസ്റ്റ് ചെയ്യുന്നോ, മാഗസിനിൽ നിന്നോ എവിടെന്നെങ്കിലും ആ ഒരു കാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിഷൻ ബോർഡിനകത്ത് ആ ഒരു പിക്ചർ ഒട്ടിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾക്ക് വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിടാം. ഇത് ഞാൻ മുന്നേ ഇട്ടിരുന്ന വാൾപേപ്പർ ആണ്. ഞാൻ BMW കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോ എടുത്ത പിക്ചറാണ്. ലാപ്പില് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? ലാപ്പിൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ സേവർ ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് ലാപ്ടോപ്പ് ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇത് തന്നെയല്ലേ കാണുന്നത്. ഞാൻ എന്റെ ഓഫീസ് ഫോണില് വാൾപേപ്പർ ആയിട്ട് ഇട്ടിരുന്നത് എന്റെ BMW കാറിന്റെ ചിത്രമായിരുന്നു കുറേ നാള്. അപ്പൊ അതിങ്ങനെ കാണുമ്പോൾ മനസ്സിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു എന്റെ ആ ഒരു കാറ് എന്റെ വീടിന്റെ കാർ പോർച്ചിൽ കിടക്കുന്നത്, ഞാൻ ആ കാർ റിവേഴ്സ് എടുത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ടും, കാറിന്റെ ഷോറൂമിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ അവിടുത്തെ സെയിൽസ്മാൻ ഓടി വന്ന് ഷെയ്ക്കാൻഡ് തരുന്നു. അപ്പൊ നമ്മളോട് ഇരിക്കാൻ പറയുന്നു, കോഫി കൊണ്ട് തരുന്നു. കോഫി നല്ല ടേസ്റ്റ് ഉള്ള കോഫി എൻജോയ് ചെയ്ത് കുടിക്കുന്നു. അതിനുശേഷം അതിന്റെ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നു. പിന്നീട് കാറ് അൺബോക്സ് ചെയ്യുന്നു. ഇങ്ങനെ ഇതെല്ലാം ശരിക്കും മനസ്സിൽ കണ്ടതാണ്. നിങ്ങൾ ടീച്ചർമയുടെ കാറിന്റെ ആ ഒരു വീഡിയോ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കണ്ടതെല്ലാം ഞാൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തതാണ് റിയാലിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞു, ടീച്ചർമേ ആ വീഡിയോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്ര തവണ കണ്ടു എന്നറിയില്ല. കാരണം ടീച്ചർമയുടെ സ്ഥാനത്ത് ഞങ്ങളെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് ആ സീനെല്ലാം ഇങ്ങനെ കാണുകയായിരുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഏതാണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഡ്രീം കാർ, നമ്മൾ അത് ഷോറൂമിൽ പോയിട്ട് അതിന്റെ ഡെലിവറി എടുക്കുന്നതായിട്ടും, നമ്മളെ ഡെലിവറി എടുത്ത ശേഷം വീട്ടിലേക്ക് വരുന്നു. അതുപോലെ നമ്മൾ അമ്പലത്തിലാണോ പള്ളിയിലാണോ അത് കൊണ്ടുപോയി പൂജിക്കുന്നതും, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതില് പോകുന്നതായിട്ടും ഒക്കെ കാണുക. അപ്പൊ എൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ റോഡിലൂടെ BMW പോയിട്ട് അതിന്റെ മുകളിലത്തെ സൺറൂഫ് തുറന്നിട്ട് അതിന് ആ ഒരു സൺറൂഫിലൂടെ മുകളിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. അപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് മൂന്നാറിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. ആ ഒരു വീഡിയോ ഞാൻ ഇതില് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ വളരെ ഫീലിംഗോട് കൂടി നിങ്ങൾ കാണുക നിങ്ങളുടെ ഡ്രീം കാർ ഓടിച്ചു പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ വിഷൻ ബോർഡില് ഈ ഒരു BMW കാറിന്റെ പടം ഒട്ടിച്ചു വെച്ചപ്പോ പലരും കളിയാക്കി, കുറെ നാളായാലും ഒട്ടിച്ചു വെച്ചിട്ട് ഇതുവരെ മാനിഫെസ്റ്റ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോ ഞാൻ ഈ കാറ് ശരിക്കും മാനിഫെസ്റ്റ് ആയതായിട്ടും നമ്മളോട് ഇങ്ങനെ ചോദിച്ചവരുടെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയത് ഇതാണ് ആ കാർ എന്ന് പറയുന്നതായിട്ടൊക്കെ മനസ്സിൽ നിരന്തരം കാണുമായിരുന്നു. അതെല്ലാം റിയാലിറ്റി ആയി മാറും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഡ്രീം കാർ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും അതിനുള്ള പൈസ ഇല്ലല്ലോ, അത് എവിടെ നിന്ന് വരും? അതെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഹൗ പാർട്ട് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് അതിന് നിങ്ങൾക്കൊരു വഴി കാട്ടിത്തരിക തന്നെ ചെയ്യും. കാര്യം പണ്ട് സ്കൂൾ ടീച്ചർ ആയിരുന്ന സമയത്ത് എനിക്കൊരു BMW X7 1.65 crore വരുന്ന വണ്ടിയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല, അല്ലെ? ഇപ്പോ അതിനുള്ളൊരു വഴി തെളിഞ്ഞ് അതിലേക്ക് എത്തുകയും ആ ഒരു കാർ മാനിഫെസ്റ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സേവറായിട്ട് നിങ്ങളുടെ ഡ്രീം കാറിന്റെ പിക്ചർ ഇടുക. വിഷൻ ബോർഡിനകത്ത് നിങ്ങൾ അത് ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ നിരന്തരം വിഷ്വലൈസ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീം കാർ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ. ടീച്ചർമാർ എല്ലാവരെയും ബ്ലസ് ചെയ്യാണ്. നമ്മുടെ മെഗാമീറ്റർ ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആണോ? മെമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിലൂടെ മെഗാമീറ്റർ ഗ്രൂപ്പിൽ കണക്ട് ആയിരിക്കുക. എല്ലാ ദിവസവും മോട്ടിവേഷനും അതുപോലെ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് ടീച്ചർമാർ തരുന്നതായിരിക്കും. ലവ് യു ഓൾ.